ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യയുടെ വമ്പൻ നീക്കം. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് പുതിയ സേനാ വിന്യാസം നടത്തി ഇന്ത്യ. ഏത് നിമിഷവും ഒരു പ്രകോപനം ബംഗ്ലാദേശിൽ നിന്നുണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പശ്ചിമ ബംഗാളിലെ പ്രദേശങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ബംഗ്ലാദേശ് അതിർത്തിയിലുടനീളം കൂടുതൽ സേനാ വിന്യാസം നടത്താൻ BSFന്റെ കൂടുതൽ ട്രൂപ്പുകളെ നിയോഗിക്കാനുള്ള നിർദ്ദേശം ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്ന് മയക്കുമരുന്ന് കള്ളക്കടത്തുകാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിരുന്നു. ഇവർക്ക് നേരെ BSFന്റെ പല റൗണ്ട് വെടിയുതിർക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ബംഗ്ലാദേശിന്റെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസ് പറഞ്ഞത് ബംഗ്ലാദേശികൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ വെടിയുതിർത്തു എന്നാണ്. ബംഗ്ലാദേശിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തിയായിരുന്നു മുഹമ്മദ് യൂനിസിന്റെ പ്രകോപനം. എന്നാൽ ഇതുകൂടി ഗൗരവത്തോടു കൂടി എടുക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അതിർത്തികളിൽ ബംഗ്ലാദേശ് സേനയുടെ ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശിലെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരിൽ നിന്ന് അതിഗൗരവമുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അതിർത്തികളിൽ സേനാ വിന്യാസം കൂടുതൽ ശക്തമാക്കുന്നതിനും കൂടുതൽ ഡ്രോൺ നിരീക്ഷണം കാര്യക്ഷമമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സേന ആരംഭിച്ചിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയിലേക്ക് പശ്ചിമ ബംഗാൾ വഴി ത്രിപുര വഴിയൊക്കെ നിരവധി ബംഗ്ലാദേശിൽ കൊടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ അതിർത്തി കടന്നെത്തി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ യാതൊരു രേഖയുമില്ലാതെ കഴിയുന്നു എന്ന് നേരത്തെ IBയും അതുപോലെയുള്ള കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയിരുന്നു. ഇവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഡൽഹിയിലും പശ്ചിമ ബംഗാളിലും ഹരിയാനയിലും പഞ്ചാബിലും അടക്കം ഇപ്പോൾ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിർത്തികളിലുടനീളം, പ്രത്യേകിച്ച് ബംഗ്ലാദേശുമായി പങ്കിടുന്ന അതിർത്തികളിലുടനീളം കൂടുതൽ കാര്യക്ഷമമായ നിരീക്ഷണം ശക്തമാക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ പ്രതിരോധ വകുപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. രാജ്യസുരക്ഷയാണ് പ്രധാനമെന്നും ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രകോപനത്തിന് തുനിഞ്ഞാൽ ബംഗ്ലാദേശിന് അതിനനുഭവിക്കേണ്ടി വരുമെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയാണ്. ബംഗ്ലാദേശിലെ മുതിർന്ന ഡിപ്ലോമാറ്റ് നൂറുൽ ഇസ്ലാമിനെ വിളിച്ചാണ് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇനിയും അതിർത്തികളിൽ പ്രകോപനം തുടരരുത്. അതിർത്തികളിൽ മുള്ളുവേലി സ്ഥാപിക്കുന്ന നടപടികൾ ബംഗ്ലാദേശ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നത്. ഈ മുള്ളുവേലികൾ സ്ഥാപിക്കുന്ന നടപടി എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും പൂർത്തിയാക്കണമെന്നും അതിനുശേഷം അതിർത്തി കടന്നുള്ള പ്രകോപനത്തിന് മുതിരരുതെന്നുമാണ് ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയിരിക്കുന്ന വമ്പൻ താക്കീത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഹമ്മദ് യൂനിസിന് ഇന്ത്യയുടെ ഭരണകൂടം താക്കീത് നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, മുഹമ്മദ് യൂനിസ് സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് ബംഗ്ലാദേശിലുടനീളം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടുത്ത വേട്ട നടന്നത്. വംശഹത്യയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു മുഴുവൻ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഹിന്ദുമത വിഭാഗത്തിന് നേരെ, ബുദ്ധമത വിഭാഗത്തിന് നേരെ, ജൈനമത വിഭാഗത്തിന് നേരെ, ക്രൈസ്തവ വിഭാഗത്തിന് നേരെയൊക്കെ ഇസ്ലാമിക ഭീകരന്മാർ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്. തെരുവുകളിലിട്ട് ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുന്നു, ബുദ്ധമതക്കാരെ അരിഞ്ഞു വീഴ്ത്തുന്നു, ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ക്രൈസ്തവരുടെയും ആരാധനാലയങ്ങൾ തകർക്കുന്നു, അവരുടെ വീടുകളും ബിസിനസ്സുകളും തകർക്കുന്നു. എന്തിനേറെ പറയുന്നു, തെരുവുകളിൽ പ്രായമേറെ ചെന്ന ഹിന്ദു സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന അതിഭീകരമായ കാഴ്ചയ്ക്കാണ് ബംഗ്ലാദേശ് വേദിയായത്. ഇതിനെതിരെ ഇന്ത്യ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ലോകമെങ്ങുമുള്ള ആളുകളെ കൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളെ കൊണ്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധം ഉന്നയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഇന്ത്യയിലെ RSS എന്ന പ്രസ്ഥാനം തന്നെ പരസ്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇനിയും ന്യൂനപക്ഷ വേട്ട ബംഗ്ലാദേശിൽ നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി ഇടപെടും. ഞങ്ങൾ ഇടപെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതിർത്തി കടന്ന് ബംഗ്ലാദേശിലേക്ക് ഇരച്ചു കയറും RSS പ്രവർത്തകരെന്ന് RSSന്റെ ദേശീയ വക്താവ് തന്നെ മുന്നറിയിപ്പ് നൽകി. പിന്നാലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതീവ ഗൗരവത്തോടു കൂടിയുള്ള മുന്നറിയിപ്പ് മുഹമ്മദ് യൂനിസിന് നൽകി. ഇനിയും കയ്യും കെട്ടി ഈ വംശഹത്യ നോക്കിയിരിക്കാനാകില്ല, ഈ ന്യൂനപക്ഷ വേട്ട കയ്യും കെട്ടി നോക്കിയിരിക്കാനാകില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ താക്കീത് നൽകി. അതിന് പിന്നാലെ
എടുത്ത നടപടികളെക്കുറിച്ച്, വംശഹത്യക്കെതിരെ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ എടുത്ത നടപടികളെക്കുറിച്ചൊക്കെ വലിയ വിശദീകരണവുമായി മുഹമ്മദ് യൂനിസ് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നു. എന്നാൽ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ പോലീസ് റിപ്പോർട്ട്, ബംഗ്ലാദേശിലെ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പ്രകാരം 1500 മുകളിൽ വംശഹത്യയോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ട സംബന്ധിച്ച കേസുകളോ ബംഗ്ലാദേശിനുള്ളിൽ നടന്നിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇന്ത്യ പുറത്തുവിടുന്ന കണക്കുകൾ, അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ, ബുദ്ധമതക്കാരുടെ, ക്രൈസ്തവരുടെ ഒക്കെ കൂട്ടായ്മ അവർ ശേഖരിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ 2000 മുകളിൽ കേസുകൾ, ആക്രമണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എന്നാൽ 2000-ലധികം ആക്രമണങ്ങളും 2000-ലധികം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെയുള്ള ക്രൈസ്തവ, ഹിന്ദു, ബുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഇന്ത്യയുടെ ആരോപണങ്ങൾക്ക് ശരിവയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോപണങ്ങളെ അംഗീകരിക്കുന്നതാണ് ബംഗ്ലാദേശിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ട്. ബംഗ്ലാദേശ് സർക്കാരിൻ്റെ, യൂനിസ് സർക്കാരിൻ്റെ റിപ്പോർട്ടിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് ഈ റിപ്പോർട്ട്. ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാർ പുറത്തുവിട്ട കണക്ക് പ്രകാരമാണെങ്കിൽ 111ഓളം കേസുകൾ മാത്രമാണ് വംശഹത്യയുമായി ബന്ധപ്പെട്ടോ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ടോ ബംഗ്ലാദേശിൽ സംഭവിച്ചത്. അതിൽ 114 കേസുകൾ രജിസ്റ്റർ ചെയ്തു, നിരവധി പ്രതികളെ പിടികൂടി എന്നാണ് യൂനിസ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. അതേസമയം സത്യാവസ്ഥ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്, എത്രയോ മടങ്ങാണ്. 2000-ലധികം ആക്രമണങ്ങൾ ഉണ്ടായി, 2000-ലധികം ഇൻസിഡന്റുകൾ ഉണ്ടായി എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുന്നു. ബംഗ്ലാദേശിലെ പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 1500-ലധികം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. 1500-ലധികം സംഭവങ്ങളിൽ, കേസുകളിൽ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുകയോ വംശഹത്യ നടക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ബംഗ്ലാദേശിലെ പോലീസിന്റെ റിപ്പോർട്ട് പറയുന്നത്. ബംഗ്ലാദേശിലെ യൂനിസ് സർക്കാരിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്, യൂനിസ് സർക്കാരിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നതാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പോലീസിന്റെ റിപ്പോർട്ട് തന്നെ. ആ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ ആഞ്ഞടിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ നടപടികൾക്ക്, വലിയ വിമർശനങ്ങൾക്ക് ഇന്ത്യ ശ്രമിക്കുകയാണ്. അതിനൊപ്പം തന്നെ ബംഗ്ലാദേശിന് വൻ മുന്നറിയിപ്പിന്റെ നൽകുകയാണ്. ഇനിയും അതിർത്തിയിൽ പ്രകോപനം തുടർന്നാൽ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യൻ സൈന്യം ഇരമ്പിക്കയറും. ബംഗ്ലാദേശിന് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യക്കറിയാം. ഇന്ത്യയുടെ അതിർത്തികളിൽ ചൊറിയാൻ നിന്നാൽ യൂനിസ് സർക്കാരിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നറിയിപ്പ്.